പൊന്നു മനുഷ്യ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കും. ഇത് എപ്പോ തുടങ്ങിയതാ? അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? രാവിലെ തുടങ്ങി നോക്കിയിരിപ്പ. എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ ഒരു ആദി? നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിനക്കറിയാലോ അവളെ കാണാനുള്ള എന്റെ ആഗ്രഹം. ഒരിടത്തും അങ്ങോട്ട് ഇരിപ്പുറക്കണില്ല. എന്നാലും അവൾ എന്തായിരിക്കും ഇത്രയും വൈകുന്നത്? അത് ശരിയാ. തലയെ വെച്ച പേനിരിക്കും, തറയെ വെച്ച ഉറുമ്പരിക്കും എന്നും പറഞ്ഞ് വളർത്തിയതല്ലേ പുന്നാര മോളെ. മനസ്സിലാകും മനസ്സിലാകും എന്റെ പൊന്നോ. വേറെ ഒരിടത്തും ഇല്ലാത്ത പോലെ ഒരു അപ്പനും മോളും. ദേ, അവളല്ലേ ആ വരുന്നത്? ഓ, അവളല്ലേ അത്? അത് അവൾ തന്നെയാണോ? Malabar boys from the south side, kicking down doors you cannot hide. Level at the scores when we outside. Hit 'em where it hurts, leave 'em cross-eyed. Ain't nothing looking at you looking hopeless. You know you can't come close to this Malayali local with connects all over. Bitch, I see you don't notice it. You can't get over this. Got trouble focusing. I see you choking, bitch, sucking on my coke. ഓ, എന്നാടി എത്തി ഈ പട്ടിക്കാട്ടില്. എന്താ ചൂട്! ഹോറിബിൾ. നീയൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? ഞാൻ എന്തായാലും അധിക ദിവസം ഇവിടെ കാണത്തില്ല. അപ്പന്റെ അമ്മയുടെ നിർബന്ധത്തിന് വന്നതാ. നീ അവിടെ നിക്കേ, ഞാനിപ്പോ വരാം. ഛേ, എന്താ നിങ്ങളുടെ കോലം? എന്ത് നാറ്റവാ! ഒന്ന് മാറി നിന്നേ. ഡിസ്കസ്റ്റിംഗ്. നിങ്ങൾക്ക് കുളി നനയൊന്നുമില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു നല്ല വേഷമിട്ട് നിന്നൂടെ? കഷ്ടം തന്നെ, കഷ്ടം. ഞങ്ങൾ കുറെ നേരമായി മോളെ കാത്തിരിക്കുകയായിരുന്നു. ദേ, ഞാൻ അധിക ദിവസം ഇവിടെ കാണത്തില്ല. എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ജംഗ്ഷന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവളെ കാണാൻ പോവാ. അനുഭവിച്ചോ? കേട്ടില്ലേ മനുഷ്യ അവള് പറഞ്ഞത്? ഇതൊക്കെ കേൾക്കാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാപകൽ അധ്വാനിച്ച് ഊണും ഉറക്കവും ഇല്ലാതെ എന്തോരം കടം വരുത്തിയാ നമ്മൾ അവളെ പഠിപ്പിക്കാൻ കയറ്റി വിട്ടത്? ഇപ്പൊ നിങ്ങളെ അവക്ക് നാറുന്നെന്ന്, നിങ്ങളുടെ ഈ കോല അവക്ക് നാണക്കേടാന്ന്, നിങ്ങളുടെ ഈ വേർപ്പാ അവൾ ഇട്ടിരിക്കുന്ന ഈ മിനുങ്ങുന്ന ഉടുപ്പ്. എന്റെ പൊന്നു കർത്താവേ, നീ ഇതൊന്നും കാണുന്നില്ലേ? ഞങ്ങളിപ്പോ ഒന്നിനും കൊള്ളാത്ത വെറും കറിവേപ്പിലകളായി. ഞങ്ങളുടെ ആ പഴയ മോളെ നീ ഞങ്ങൾക്ക് തിരിച്ചു തരണേ ദൈവമേ. നീ എന്നടങ്ങ്. നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു തരും. നീ ഇതെവിടെയാ? ഞാൻ ജംഗ്ഷനിലെത്തി. നിന്നെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. നാശം! വഴിയുടെ നടുക്കാണ് ഇതിന് കിടക്കാൻ കണ്ടത്. പോകരുതേ, പോകരുതേ, പോ. ഞാൻ പോയിക്കോളാം മകളെ. നീ സംസാരിക്കുന്നു? മകളെ, ഞാൻ വെറും ഒരു സാധാരണ കഴുതയല്ല. കഴുതയല്ല ഒന്നല്ലേ? എന്നാലും നിനക്കെങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? അതല്ലേ പറഞ്ഞ മകളെ.
ഞാൻ ആർക്കും വേണ്ടാത്തൊരു സാധാരണ കഴുതയല്ലെന്ന്. ഞാനാണ് വിശുദ്ധ കഴുത. വിശുദ്ധ കഴുതയോ? അതെന്താണ് സാധനം? ഞാൻ പറയാം, നീ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഞാൻ ജോസഫ് എന്ന് പറയുന്ന ഒരു ജൂതനായ ആശാരിയുടെ കൂടെ ഒരു യാത്ര പോയി. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ ഒരു യാത്ര. മോളെ, നിനക്ക് ആ യാത്ര കാണണോ? ഇതാ കണ്ടു നോക്ക്. വയ്യ ജോസഫ്, എനിക്ക് വയ്യ. എനിക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല. പേടിക്കണ്ട മേരി, നമുക്ക് അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം ഉടനെ കിട്ടും. തീർച്ചയായും ജോസഫ്, വയ്യ എനിക്ക്. പാവം ഈ കഴുത നമ്മുടെ ഈ ഭാരം മുഴുവൻ ചുമക്കുകയാണ്. സാരമില്ല അമ്മേ, എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല. ഭൂമിയിലേക്ക് നമ്മുടെ രക്ഷകൻ വരുമല്ലേ, ഞാനും അതിന് സാക്ഷിയാകും. ആ വലിയ രക്ഷാകര കർമ്മത്തിൽ ഞാൻ പങ്കുകാരനായിരുന്നു. പക്ഷേ രക്ഷകന്റെ ജനനം കഴിഞ്ഞ് എല്ലാവരും എന്നെ മറന്നു. ആരും എന്നെ അന്വേഷിച്ചില്ല. പക്ഷേ ഞാൻ എൻ്റെ ഭാഗം പൂർത്തിയാക്കി. കഷ്ടം. നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്തിന്? ഇവിടെയും തീർന്നില്ല. ഒരു രാജകീയ പ്രവേശനത്തിനു കൂടി ഞാൻ പങ്കാളിയായിരുന്നു. രാജകീയ പ്രവേശനമോ? പിന്നല്ലാതെ. അന്ന് ഞാൻ അഭിമാനപൂരിതനായി അതീവ സന്തോഷവാനായിരുന്നു. ഒരസുലഭ നിമിഷം. കണ്ടാലും യെരൂശലേമിലെ വന്മലമേ ഒരുകിലെന്നേയാരേറ്റി ഖരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു.
രാജകീയ പ്രവേശനം കഴിഞ്ഞ് എന്റെ രാജാവിനെ അവർ കുരിശു തറച്ചു. ഭൂലോകർ എന്നെ പിന്നെയും മറന്നു. ഞാൻ അങ്ങനെ എന്നെ തന്നെ സ്വയം വിശുദ്ധ കഴുത എന്ന് വിളിച്ചു. ഞാനിപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ്. അവിടെയും ഇവിടെയും ഭാരം വഹിച്ചവഗണിക്കപ്പെടുന്നവരെ കാണുമ്പോൾ ഞാൻ വരും ഒരോർമ്മപ്പെടുത്തലുമായി. നിനക്ക് ഞാൻ നിന്റെ മുന്നിൽ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. സാരമില്ല. നിന്റെ മാതാപിതാക്കൾ നിന്റെ നല്ലതിന് വേണ്ടി ഭാരം വലിച്ചു. അവർ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി. പട്ടിണി കിടന്ന് കടഭാരത്താൽ നിനക്ക് വിദ്യാഭ്യാസം തന്നു. നിന്റെ നല്ലതിന് വേണ്ടി അവർ ജീവിച്ചു. പക്ഷേ നീ അവരെ മറന്നു. മോളെ, അവരിപ്പോ വിശുദ്ധ കഴുതകളാണ്. ഭാവിയിൽ നീയും നിങ്ങളും വിശുദ്ധ കഴുതകളാകില്ലെന്ന് ആർക്കറിയാം? പോകും മോളെ, പോയി നിന്റെ മാതാപിതാക്കളോട് മാപ്പ് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്ക്. പോകൂ 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 പോകൂ. അപ്പച്ച, അമ്മച്ചി, മാപ്പ് മാപ്പ്. ഞാൻ ചെയ്ത എല്ലാ കുറ്റത്തിനും മാപ്പ്. ഞാൻ ഇനിയുള്ള കാലം നിങ്ങളെ ബഹുമാനിച്ച് ജീവിച്ചോളാം. സാരമില്ല മോളെ, നീ എഴുന്നേക്ക്. കർത്താവേ, നിനക്ക് നന്ദി. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ നീ തിരിച്ചു തന്നു. ദൈവമേ, അങ്ങേക്ക് നന്ദി, നന്ദി, നന്ദി.